നിങ്ങൾ ഈ ട്രോള് ശ്രദ്ധിച്ചോ? ഒറ്റ നോട്ടത്തിൽ ഇത് നരിവേട്ട എന്ന സിനിമയെ പരിഹസിക്കുന്നത് പോലെ തോന്നാം. എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് ഈ പേജിന്റെ പ്രൊഫൈൽ ചിത്രം ഉണ്ണിമുന്തിൻ്റെതാണ്. ഇത് ഒരൊറ്റ ട്രോൾ മാത്രമല്ല, ഇതിനു മുമ്പും പല പേജുകളിൽ നിന്നായി ഉണ്ണിമുന്തിന്റെ പ്രൊഫൈൽ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ധാരാളം ട്രോളുകൾ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇത് നരിവേട്ട സിനിമയെ താറടിക്കാനുള്ള ഉദ്ദേശമായി തോന്നുന്നില്ല. കാരണം നരിവേട്ട എന്ന സിനിമ വലിയ ഹിറ്റായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഇത് ഉണ്ണിമുന്തിനെ ഉദ്ദേശിച്ച് മാത്രമാണ്, അല്ലെങ്കിൽ ഉണ്ണിമുന്തിനെ താറടിക്കാൻ ആരോ മനഃപൂർവ്വം ചെയ്യുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ടൊവിനോ തോമസും ഉണ്ണിമുന്തിനും താരപുത്രന്മാരല്ല, രണ്ടുപേരും കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ വലിയ ഈഗോ ക്ലാഷുകൾക്ക് സാധ്യതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനു പിന്നിൽ ആരാണെന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഇത് ചെയ്യുന്ന വ്യക്തിയുടെ ദുഷ്ടബുദ്ധി അല്ലെങ്കിൽ ആ ചൊറിയന്റെ ഒരു സ്വഭാവം നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ണിമുകുന്ദനും അദ്ദേഹത്തിന്റെ മുൻ മാനേജറായിരുന്ന വിപിൻ കുമാറും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. വിപിൻ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് ടൊവിനോ തോമസ് അഭിനയിച്ച നരിവേട്ട എന്ന സിനിമയെ വിപിൻ പ്രശംസിച്ചത് ഉണ്ണിമുകുന്ദന് ഇഷ്ടമായില്ല. അതുകൊണ്ട് ഉണ്ണിമുകുന്ദൻ താൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് താഴെ ഇറക്കി കാർ പാർക്കിങ്ങിൽ വെച്ച് വിപിനെ മർദ്ദിച്ചു എന്നാണ്. മാത്രമല്ല, ഉണ്ണിക്ക് പുതിയ സിനിമകൾ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാത്തതിലുള്ള ദേഷ്യമായിരുന്നു കാരണമെന്നും നരിവേട്ടയെ പുകഴ്ത്തിയത് ഉണ്ണിയെ കൂടുതൽ ചൊടിപ്പിച്ചു എന്നുമാണ്. അതിന്റെ പേരിൽ മാനേജർ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിട്ടുവെന്നും പിന്നീട് ഉപദ്രവിച്ചുവെന്നും വിപിൻ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഉണ്ണിമുകുന്ദൻ ഈ ആരോപണം നിഷേധിച്ചു. താൻ വിപിനെ മർദ്ദിച്ചിട്ടില്ലെന്നും വിപിൻ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് ചോദ്യം ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും അവിടെ CCTV ക്യാമറ ഉണ്ടെന്നും പിന്നീട് വിപിൻ തന്നോട് മാപ്പ് പറഞ്ഞു എന്നും ഉണ്ണി സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചു. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ണിമുകുന്ദനെതിരെ നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ട്രോളുകൾ, അതും ഉണ്ണിമുകുന്ദന്റെ പ്രൊഫൈൽ വെച്ചിട്ടുള്ള പേജുകളിൽ നിന്ന്. പ്രധാനമായും നരിവേട്ട എന്ന സിനിമയെ താറടിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു ട്രോള് ആണ് കാണാൻ സാധിച്ചത്. അതിലൊക്കെ ഉണ്ണിമുകുന്ദന്റെ ചിത്രങ്ങളായിരുന്നു. ഇത് ഒരു ട്രോളല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ട്രോളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കഷ്ടപ്പെട്ടു വന്ന ഈ രണ്ട് വ്യക്തികളെ, അതായത് ടൊവിനോ തോമസിനെയും ഉണ്ണിമുകുന്ദനെയും തമ്മിൽ തെറ്റിക്കുന്ന ഒരു മാർഗത്തിലൂടെ ആയിരിക്കാം ഇവരുടെ മുന്നോട്ട് പോക്ക്. അതായത് ഈ ചൊറിയന്മാരുടെ ഇങ്ങനെ ഈ ട്രോളുകളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളുടെ ഉദ്ദേശം അത് തന്നെയായിരിക്കാം. ഇതിന് പിന്നിൽ ആരാണെന്ന് അറിയില്ല എന്തായാലും. അതുകൊണ്ട് ഈ ട്രോളും ഈ മുമ്പുണ്ടായ പ്രശ്നങ്ങളും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഉണ്ണിമുകുന്ദനെ ലക്ഷ്യം വെച്ചുള്ള ചില നീക്കങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ധാരാളം ഇങ്ങനത്തെ ട്രോളുകൾ വരുന്നുണ്ട്. മാത്രമല്ല, എന്തൊക്കെ ശ്രമിച്ചാലും ഉണ്ണിമുകുന്ദനും ടൊവിനോ തോമസും തമ്മിലുള്ള സൗഹൃദം തകരില്ല എന്ന് ഉണ്ണി തന്നെ പങ്കുവെച്ച ആ ഒരു പോസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവർ തമ്മിലുള്ള ആ ഒരു സൗഹൃദത്തിന്റെ ആ ഒരു സംഭവം നമുക്ക് ആ സ്റ്റോറിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം.